മാനസരസിന് നമസ്കാരം. വിശപ്പ് സഹിച്ചവനെ പച്ചവെള്ളത്തിൻ്റെ മധുരമറിയാൻ കഴിയുള്ളൂ എന്നൊരു ചൊല്ലുണ്ട്. നാം ഇനി എന്ത് സമൃദ്ധിയിലാണ് ജീവിക്കുന്നത്. നമുക്കിഷ്ടമുള്ള ഭക്ഷണവും വസ്ത്രവും ആവശ്യാനുസരണം നമുക്ക് ലഭിക്കുന്നു. എന്നാൽ ഇതൊന്നും ലഭിക്കാത്ത കുറേ കുഞ്ഞുങ്ങൾ നമ്മുടെ ചുറ്റുപാടും ജീവിക്കുന്നു. അങ്ങനെയുള്ള ഒരു ബാലൻ്റെ കഥയാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. എൻ്റെ കഥയുടെ പേരെന്താണെന്നോ? ആഗ്രഹം. ഒരിടത്ത് ഒരു കൊച്ചു ഗ്രാമത്തിൽ ഓലമേഞ്ഞ ഒരു കൊച്ചു കുടിലിൽ ഒരു ബാലൻ ജീവിച്ചിരുന്നു. അവൻ്റെ പേരാണ് കുട്ടൻ. സ്കൂൾ ജീവിതം എന്താണെന്ന് പോലും അവൻ അറിഞ്ഞിരുന്നില്ല. കഷ്ടപ്പാടും ദാരിദ്ര്യവുമായിരുന്നു അവന് കൂട്ട്. ഒരു നേരത്തെ ആഹാരം പോലും കഴിക്കാനില്ലാത്ത അവന് പഠിക്കാനുള്ള ആഗ്രഹം വളരെ വലുതായിരുന്നു. അവൻ്റെ വിഷമം കണ്ട് അവൻ്റെ അമ്മ അവനൊരു സർക്കാർ സ്കൂളിൽ ചേർത്തു. സ്കൂളിൽ ചെന്നപ്പോൾ എല്ലാവർക്കും പുതിയ ബാഗുകൾ, ചെരുപ്പുകൾ. ഇത് കണ്ട് കുഞ്ഞിൻ്റെ മുഖത്തേക്ക് അമ്മയ്ക്ക് നോക്കാനേ കഴിഞ്ഞില്ല. അന്ന് അവിടെ വെച്ച് കുട്ടന് ബാബു എന്നൊരു സുഹൃത്തിനെ ലഭിച്ചു. അവൻ വളരെ ധനികനായിരുന്നു. ഒരു ദിവസം കുട്ടൻ ബാബുവിനോട് ചോദിച്ചു, നിന്റെ വീട് ഓലയാണോ ഓടാണോ? ബാബു പറഞ്ഞു, മാളികപ്പുറമുള്ള വീട്. കുട്ടൻ അതിശയത്തോടെ ചോദിച്ചു, മാളികപ്പുറമുള്ള വീടോ? അതെന്താ? ബാബു പറഞ്ഞു, നീ അങ്ങനെയുള്ള വീടുകളൊന്നും കണ്ടിട്ടില്ലേ? ഒരു ദിവസം ഞാൻ നിന്നെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാം. അങ്ങനെ ഒരു ദിവസം ബാബു കുട്ടനെയും കൂടി തൻ്റെ വീട്ടിലേക്ക് യാത്രയായി. വീട് കണ്ടതും കുട്ടൻ ഞെട്ടിപ്പോയി. അയ്യോ, ഇതെന്താ കൊട്ടാരം പോലെയുണ്ടല്ലോ. അങ്ങനെ അവർ വാതിൽ തുറന്നതും ബൗ ബൗ. കുട്ടൻ പേടിച്ചു പോയി. കുട്ടൻ നോക്കിയപ്പോൾ അങ്ങനെയുള്ള മറ്റൊരു വീട്. അതിൽ വലിയൊരു പട്ടിക്കുട്ടി. പട്ടിക്കുട്ടിയുടെ മുമ്പിൽ എന്താണെന്നോ? വലിയൊരു പാത്രം നിറയെ ഭക്ഷണം. ഇത് കണ്ടൊന്നും കുട്ടൻ്റെ വായിൽ വെള്ളമൂറി. ഒരിക്കൽ സ്കൂളിൽ ടീച്ചർ എല്ലാവരോടുമായി ഒരു ചോദ്യം ചോദിച്ചു, നിങ്ങൾക്ക് ഭാവിയിൽ ആരാകണം? ഇത് കേട്ടതും കുട്ടൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു, എനിക്ക് ബാബുവിൻ്റെ വീട്ടിലെ പട്ടിക്കുട്ടിയായാൽ മതി. ഇത് കേട്ടതും എല്ലാവരും ചിരിക്കാൻ തുടങ്ങി. എന്നാൽ ചിരി അധികം നേരം ഉണ്ടായില്ല. കുട്ടൻ്റെ അവസ്ഥ മനസ്സിലാക്കിയ കൂട്ടുകാരും അധ്യാപകരും അവനെ സഹായിച്ചു. അങ്ങനെ കുട്ടൻ കഷ്ടപ്പാടിലൂടെയും ദാരിദ്ര്യത്തിലൂടെയും പഠിച്ചുയരങ്ങളിലെത്തി. കൂട്ടുകാരെ, നമുക്കിതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ആഗ്രഹങ്ങളുണ്ടെങ്കിൽ മാത്രമേ ഉയരങ്ങളിലെത്താൻ സാധിക്കൂ. കുട്ടൻ്റെ ജീവിതം നമുക്കും ഒരു പ്രചോദനമാകട്ടെ. നന്ദി, നമസ്കാരം.